അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം, എന്തിനും പുതുതലമുറയെ പഴിചാരിയാൽ മതിയോ, വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വം എപ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സംഘടനാ സാരഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പുതിയ തലമുറ എന്നുള്ളത് വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രസക്തിയേറിയ ഒരു വിഷയം തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് പുതിയ തലമുറ എന്നുള്ളത്. അവരെങ്ങനെ ഈ ഒരു സംഘടനാ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവരാം, അവരെങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ള വലിയ ആലോചനകൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച, ഈ ഒരു വിഷയം എടുത്തുകൊണ്ടുള്ളൊരു ചർച്ച മുന്നോട്ട് വെക്കുന്നുള്ളത്. നമ്മളെപ്പോഴും പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനറേഷനെ തന്നെ അവർ പലപ്പോഴും തെറ്റുകളുടെയും ലഹരിയുടെയും സൈബർ ക്രൈമുകളുടെയൊക്കെയും അടിമകളാണ് എന്ന രീതിയിൽ നമ്മളിങ്ങനെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികളെ ഇങ്ങനെ പഴിചാരി നടന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമാകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എക്കാലത്തും വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്ന ഒരു കൂട്ടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഈ ലോകത്തിൻ്റെ തന്നെ ചരിത്രം എടുത്തു നോക്കിയാലും പല വിപ്ലവകരമായ പ്രവർത്തനങ്ങളും വിപ്ലവാത്മകമായ പല മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. വിദ്യാർത്ഥികളാണ് ഈ ലോകത്ത് പല പരിഷ്കാരങ്ങൾക്കും കാരണമായിട്ട് മാറിയത്. ആ വിദ്യാർത്ഥികളുടെ ആലോചനകൾ, വിദ്യാർത്ഥികളുടെ സംസാരങ്ങൾ, വിദ്യാർത്ഥികളുടെ ആവിഷ്കാരങ്ങൾ, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഉയർന്നു വന്ന പല മുദ്രാവാക്യങ്ങളും അതിന് ഉദാഹരണമാണ്. JNU പോലത്തെ, അതേപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലത്തെ, ജാമിയ മില്ലിയ പോലത്തെ രാജ്യത്തെ പ്രധാന ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ തന്നെ മാറ്റിമറിച്ചത് എന്ന് നമുക്ക് കൃത്യമായി നോക്കിക്കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു അർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, വിദ്യാർത്ഥികൾക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി അറിയാവുന്ന വസ്തുത തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു സംഘടനാ സംവിധാനങ്ങൾക്കകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അവരെ ഒരു കണക്ക് പ്രകാരം നമ്മൾ ഈ പറയുന്ന ലഹരിയും അതേപോലെ തന്നെ സൈബർ ക്രൈമൊക്കെ വെറും 20% വരുന്ന വിദ്യാർത്ഥികളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ബാക്കി 80% വരുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പ്രശ്നത്തിന് പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈ പ്രശ്നങ്ങളെ സമൂഹം ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെ പ്രശ്നക്കാരാണ്. 2K കിഡ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കും ഉപയോഗിച്ചുകൊണ്ട് 2K കിഡ്സൊക്കെ പ്രശ്നക്കാരാണെന്ന രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ പ്രവർത്തനത്തോടും വിമുഖത കാണിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി ചിന്തിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്
SSF ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യന്മാർക്ക്, അവശത അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക്, കുഴിയിലേക്ക് ഇങ്ങനെ ആപതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു കൈത്താങ്ങായി മാറുന്ന എന്ത് പ്രവർത്തനത്തെയും രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണുന്ന ഒരു വിദ്യാർത്ഥി സംഘടന കൂടിയാണ് SSF. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും കൂടി ഉൾച്ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് MSFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇർഷാദ് മൊഗ്രാൽ നമ്മോട് സംസാരിക്കും. അതേപോലെ തന്നെ SFIയുടെ പ്രതിനിധിയായിട്ട് പ്രണവ് ചെറുവത്തൂർ നമ്മോടൊപ്പം ഉണ്ട്. അതേപോലെ തന്നെ KSUയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ. എല്ലാവരെയും SSFന് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇർഷാദ് മൊഗ്രാൽ MSF പ്രതിനിധിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് ഹൃദയ അഭിവാദ്യങ്ങൾ. SSFൻ്റെ സാഹിത്യോത്സവത്തിനെ കുറിച്ച് നിരവധി തവണ കേട്ടു, കണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സാഹിത്യോത്സവത്തിൻ്റെ ഒരു വേദിയിൽ ഭാഗമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചർച്ചയിൽ സാഹിത്യോത്സവ് കടന്നു വരാറുണ്ട്. അതിൻ്റെ കെട്ടും ഭാവങ്ങളും അതിൻ്റെ തീമായാലും അതിൻ്റെ പ്രമേയമായാലും എല്ലാം ഞങ്ങളുടെ സൗഹാർദ്ദ സംഭാഷണങ്ങളിലും സംഘടനാ ചർച്ചകളിലുമൊക്കെ ഇടം പിടിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി അത് നിലനിർത്തി പോകുന്നു. അഭിനന്ദനങ്ങൾ. നമ്മൾ ഈ സർഗാത്മക പരിപാടികൾക്കിടയിലും വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി, വളരെ നല്ല കാര്യമാണ്. നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ, അവരെ മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മളിങ്ങനെ പറയാം, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാത്ത എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം സജീവമായിട്ടുള്ള കുട്ടികളാണ് നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ജെൻസിയും ആൽഫയും ഒക്കെ അതിൽപ്പെടും. ഇനി പുതിയൊരു തലമുറ വരാൻ പോവുകയാണ്, ബീറ്റ. അതിൻ്റെ കുട്ടികൾ ജനിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരെ പലപ്പോഴും ഒന്നിനും കൊള്ളില്ല, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സംസാരമെന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കാലത്തും പഴയ തലമുറ പുതിയ തലമുറയെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പണ്ടൊക്കെ പറഞ്ഞു കേൾക്കാം, നമ്മുടെ കാലത്തുള്ള പെരുന്നാളായിരുന്നു വളരെ നല്ല പെരുന്നാൾ, അപ്പോൾ എന്തൊരു രസമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. അതെന്ത് പെരുന്നാളാണ്? ഓണമായാലും പണ്ടത്തെ ഓണമായിരുന്നു വളരെ നല്ല ഓണം, ഇപ്പോഴത്തെ ഓണം എന്താണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയോ എന്നുള്ള രീതിയിലേക്ക് ഒരു പുതിയ ജനറേഷനെ ഏത് തലമുറയിലും ഉൾക്കൊള്ളാൻ ആ തലമുറയിലെ മുതിർന്നവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പുതിയ ജനറേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഇൻ്റർനെറ്റിലേക്ക് മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ജനിച്ച് വീണവരാണ്. അതുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. പഴയ തലമുറ അതൊക്കെ പഠിച്ചെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ കൂടുതൽ ഇൻഫോർമേറ്റീവാണ്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. പല കുട്ടികളും പലതും അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അവരുടെ സോഷ്യൽ മീഡിയ കൊണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാലും പൊതുവെ പുതിയ തലമുറ അവർക്ക് ലോകവുമായിട്ട് വലിയൊരു ജനാല തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. അവർക്കൊന്ന് നോക്കേ വേണ്ടൂ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തി കുറ്റം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ലഹരിയുടെ കാര്യം പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നവരുണ്ട്. ലഹരി എന്ന് പറയുന്നത് അവരിവിടേക്ക് കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. പുതിയ ജനറേഷൻ കൊണ്ടുവന്നതല്ല ഈ ലഹരി എന്ന് പറയുന്നത്. ലഹരി കൊണ്ടുവന്നത് കാലമാണ്.
ഈ കാലത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് ഉൽപ്പാദിപ്പിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും ഒക്കെ പഴയ തലമുറക്കാരാണ്, കുട്ടികളല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വിഷയം കുട്ടികൾ മോശമല്ല, ഈ കാലത്ത് അവരെ മോശമാക്കാൻ പല സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിനെതിരെ നമ്മൾ കൃത്യമായിട്ടുള്ള ജാഗരൂകരാവണം. വിദ്യാർത്ഥി സംഘടനകൾക്ക് അതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക്, ഏതുതരം രാഷ്ട്രീയമായാലും രാഷ്ട്രീയത്തിലേക്ക്, സംഘടനകളിലേക്ക് കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് നല്ല പൗരനായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങളിൽ സംസാരിക്കാം. ഒരാൾ തന്നെ സംസാരിക്കുമ്പോൾ അതിനൊരു വിരക്തി ഉണ്ടാകാം. ഞാൻ മൈക്ക് കൈമാറാണ്. നൽകിയ വിഷയം എന്തിനും പുതിയ തലമുറയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുമ്പോൾ പുതിയ തലമുറയെ കുറ്റം പറയാൻ വേണ്ടി എനിക്ക് പറ്റില്ല. കാരണം സമൂഹവും നിലനിൽക്കുന്നൊരു വ്യവസ്ഥിതിയുമാണ് ഓരോ ഘട്ടത്തിലെ തലമുറയെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്നത്തെ തലമുറയും നമുക്ക് മുന്നേ നടന്നുപോയ തലമുറയെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യയിൽ പുരോഗതി നേടിയിട്ടുള്ള തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയാണ്. അവർക്ക് ഈ നാടിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് നല്ല ധാരണയുള്ള തലമുറയാണ്. എന്നാൽ കാലഘട്ടങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ പുതിയ കാലഘട്ടം, നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ നോക്കി പറയും, നമ്മളുണ്ടാവുമ്പോൾ എന്തൊക്കെയോ സംഭവമായിരുന്നു, എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് അടുത്ത തലമുറ, ഈ തലമുറയ്ക്ക് ശേഷം തൊട്ടടുത്ത തലമുറ വരുമ്പോഴും ഇത് അതിൻ്റേതായ രീതിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരും. എന്നാൽ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായി തുടർന്നു വരുന്ന രീതിയുണ്ട്. അതാണ് നിങ്ങളിവിടെ ചർച്ചയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥി സംഘടന അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാലാനുസൃതമായ ഓരോ മാറ്റങ്ങൾ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലും നമ്മൾ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. നിലവിൽ നമ്മൾ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കുന്ന കേവലം സമര രീതികൾക്കപ്പുറത്തേക്ക് ഇന്ന് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സാഹിത്യോത്സവം ഉൾപ്പെടെയുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ വിദ്യാർത്ഥികളെ നമുക്ക് ഉദ്ദേശിക്കുന്ന സംഘടനകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥികൾ സാഹിത്യങ്ങൾക്ക് എതിരാണ്, കലാപരമായ പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന അതിൽ തന്നെ എത്രത്തോളം വിദ്യാർത്ഥികളുണ്ട് നോക്കിയാൽ ചുരുക്കം ചില വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. ഒന്ന്, ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ സാഹിത്യോത്സവങ്ങളുടെ വേദികളിൽ സംസാരിക്കാൻ നമ്മളെ ഉൾപ്പെടെ ക്ഷണിക്കുമ്പോൾ അതേറെ സന്തോഷം തരുന്നതാണ്. കാരണം പുതിയ തലമുറയോട് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം സംവദിക്കാൻ, നിങ്ങൾ സംഘടനകളിലേക്ക് കടന്നു വരണമെന്ന് സംവദിക്കാൻ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം SSF പോലുള്ള സംഘടന തന്നതിൽ അവരെ ഏറെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തലമുറയെ രാഷ്ട്രീയവൽക്കരിക്കാൻ, സംഘടനാവൽക്കരിക്കാൻ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളെ ആകമാനം അരാഷ്ട്രീയത വല്ലാതെ പിടിമുറുക്കുകയാണ്. അരാഷ്ട്രീയതക്കപ്പുറത്തേക്ക് ലഹരിയും വല്ലാതെ പിടിമുറുക്കുകയാണ്. അതൊരു ഘട്ടത്തിലും പുതിയ തലമുറയെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകേണ്ട കാര്യമല്ല. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പുതിയ തരം സിനിമകൾ നമ്മുടെ തലമുറയെ രൂപാന്തരപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലാണ്. ആ സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതിൽ നിലനിൽക്കുന്ന ഓരോ സിനിമകൾ, പുതിയ കാലത്ത് വരുന്ന നിരവധിയായിട്ടുള്ള സിനിമകൾ നമ്മുടെ തലമുറയെ ഏറെ ആവേശത്തിലാക്കിയ ആവേശം പോലുള്ള സിനിമകൾ, അതിലുള്ള രംഗണ്ണനെ പോലുള്ള കഥാപാത്രം
പോലുള്ള ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റപ്പെടുത്തണമെങ്കിൽ സിനിമകൾ അത്രയേറെ നമുക്കിടയിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമുക്കിടയിലേക്ക് അരാഷ്ട്രീയത വല്ലാത്ത തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കുന്ന DJ പോലുള്ള പരിപാടികളിലേക്ക് മാത്രമായി വിദ്യാർത്ഥികൾ കേന്ദ്രീകരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹം ബാധിക്കുന്ന ഏറ്റവും സാരമായിട്ടുള്ള വിപത്ത് എന്ന് പറയുന്നത്. അരാഷ്ട്രീയത വല്ലാതെ പിടിമുറുക്കുമ്പോൾ നമ്മളെല്ലാം തന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോളേജുകൾ അവിടെ നിൽക്കട്ടെ, സ്കൂളുകളിലേക്ക് കടന്നു പോകുമ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിക്കും. ഒരുപറ്റം വരുന്ന വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായി വരും. അവർ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി കടന്നു വരും. എന്നാൽ മറ്റ് ചില വിദ്യാർത്ഥികൾ നിനക്കൊന്നും വേറെ പണിയില്ലേ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോവാൻ എന്ന് പറയുന്ന തലമുറ. നമുക്കുള്ള പ്രയാസം താഴേക്കടയിലേക്കുള്ള വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എന്താണ് സമരങ്ങൾ, എങ്ങനെയാണ് അവകാശ പോരാട്ടങ്ങൾ ഈ നാട്ടിൽ നടത്തിയത്, നിങ്ങളിങ്ങനെ സുഖലോലുപതയോടുകൂടി ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ മനുഷ്യരുടെ സമരത്തിൻ്റെ ഭാഗമായി നാം നേടിയെടുത്തതാണ് എന്ന ചരിത്രം തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറാവുന്നില്ല. നമ്മുടെ ക്ലാസ് മുറികളിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ കേവലം സിലബസുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനം മാത്രമാണ് സ്കൂളുകളിൽ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് സംഘടനകൾ രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ സ്കൂളുകളിൽ വേണ്ട എന്ന് പറയുന്നവരായി നമ്മുടെ രക്ഷകർത്താക്കളും നമ്മുടെ അധ്യാപക സമൂഹവും നമ്മുടെ PTA എല്ലാം മാറുകയാണ്. അവിടെയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുണ്ടാവുന്നത്. ഒരു കാരണവശാലും അത് പുതിയ തലമുറയെ മാത്രം കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഈ തലമുറ ഉൾപ്പെടെ കഴിഞ്ഞ തലമുറ ഉൾപ്പെടെ അതിൻ്റെ ഉത്തരവാദികളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടന്നു പോയാൽ നമ്മളാകെ ഇല്ലാതായി പോകും, നമ്മൾ നശിച്ചു പോകും എന്നുള്ളൊരു പൊതുബോധം നമ്മുടെ കഴിഞ്ഞ സമൂഹം, ഈ കഴിഞ്ഞ തലമുറ നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, നിലനിൽക്കുന്ന സമൂഹത്തിനിടയിലേക്ക് ബോധപൂർവം ഇൻജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളും അരാഷ്ട്രീയതയിലേക്ക് പോകും. അവർ അവരുടെ സുഖം കണ്ടെത്താൻ വേണ്ടി ലഹരിയിലേക്ക് പോകും. ആ ലഹരിയെല്ലാം തന്നെ പ്രതിരോധിക്കണം. അതാണ് ഞങ്ങൾ ഇന്ന് ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അരാഷ്ട്രീയതയെ പ്രതിരോധിക്കണം, ലഹരിയെ പ്രതിരോധിക്കണം, റാഗിങ്ങിനെ പ്രതിരോധിക്കണം. ഇങ്ങനെ നമുക്കിടയിലേക്ക് കടന്നു വരുന്ന ഒട്ടനേകം അരാജകത്വ പ്രവണതകളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ക്യാമ്പസുകൾ SFI നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടന്നു പോകുമ്പോൾ അരാഷ്ട്രീയതയ്ക്കെതിരായി നിരന്തരമായി സംസാരിക്കാൻ ക്യാമ്പസുകളെ സർഗാത്മകമാക്കണം. അതിന് നിങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം പോലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. വിദ്യാർത്ഥികളെ സായാഹ്ന ചർച്ചകളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. ക്ലാസ്സുകളിൽ ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളെ എങ്ങനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി പറ്റും, കേവലം സമരങ്ങൾക്കപ്പുറത്തേക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടന്നു വരാൻ വേണ്ടി പറ്റും, അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുക്കാറുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അതിനെ ബോധവാന്മാരാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ സമൂഹത്തിലേക്ക് എങ്ങനെയൊക്കെ രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ, സംഘടനകളുടെ പ്രസക്തി എന്താണോ, ഇതൊക്കെ അവർക്കിടയിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടന്നു വരാറുണ്ട്. എന്നാൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇത്തരം അരാഷ്ട്രീയതയ്ക്കെതിരായും അരാജകത്വ പ്രവണതകൾക്കെതിരായും കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നമ്മൾ നടത്തണം. എല്ലാ സംഘടനകളും കൂട്ടായി പ്രവർത്തിച്ചാൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം, അത് ഏത് സംഘടനയും ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, MSFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, ഏത് സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടന്നു വന്നാലും രാഷ്ട്രീയം നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് പുതുതലമുറയ്ക്കിടയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റണം. പക്ഷേ പൂർണ്ണമായും പുതുതലമുറയെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ മോഡറേറ്റർ ആദ്യം സൂചിപ്പിച്ച വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. ഏറ്റവും ആദ്യം പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധം നടന്നപ്പോൾ ഇതിനെതിരെ ആദ്യം പ്രതിരോധിച്ച് ജാമിയ മിലയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന നിരവധിയായ വിഷയങ്ങളെ സംവദിക്കാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് സമരം ചെയ്യാൻ ഇന്നത്തെ വിദ്യാർത്ഥികളും തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ പൂർണ്ണമായും ഒരു ഘട്ടത്തിലും നമുക്ക് പുതുതലമുറയെ മാത്രം കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ കാലാനുസൃതമായി വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തി അവരെ ആകർഷിക്കാനും, നമ്മുടെ ചരിത്രം ഏറ്റവും പ്രധാനമായും നമ്മൾ മറന്നു പോകുന്നത് ഈ കാലത്തെ ചരിത്രമാണ്. നമ്മുടെ മനുഷ്യർ നടന്നു വന്ന വഴികളിലെക്കുറിച്ച് ഉള്ള ചരിത്രത്തെക്കുറിച്ച് നമ്മളാരും പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. നമ്മുടെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അറിയില്ല.
അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. നിലനിൽക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചും അവരറിയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. അവരെ ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഒരു കാലത്ത് നീ ചരിത്രം പഠിക്കേണ്ടവനല്ല, നീ ചരിത്രം പഠിപ്പിക്കേണ്ടവനാണ് എന്ന് EMSനോട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിലെ അധ്യാപകൻ പറഞ്ഞതുപോലെ ചരിത്രം രചിക്കേണ്ട പുതിയ തലമുറകളാണ് ഇനി വളർന്നു വരേണ്ടത്. അവരെ രാഷ്ട്രീയത്തിലേക്ക്, സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കൂട്ടായി വിദ്യാർത്ഥി സംഘടനകൾ ശരിയായ സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർധനരായ വിദ്യാർത്ഥി അവൻ എന്ത് പ്രയാസം നേരിടുമ്പോൾ അത് എത്ര ചെറിയ പ്രയാസമായാലും അത് പരിഹരിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ കാലത്തും നേതൃത്വം കൊടുക്കുന്നത്. അതേ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നും തുടരുകയാണ് എന്നുള്ളത് കൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹ പാനലിസ്റ്റുകൾ, അതേപോലെ തന്നെ SSFൻ്റെ സാഹിത്യോത്സവ് പരിപാടിയിൽ പങ്കെടുക്കുന്ന, അതേപോലെ അതിൽ പങ്കാളികളാകുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. 2 ദിവസമായിട്ട് ചെറിയൊരു പനിയൊക്കെ ആയിരുന്നെങ്കിലും SSFൻ്റെ ജില്ലാ സാഹിത്യോത്സവ് പരിപാടിയിലേക്ക്, അതും ഏറെ പ്രിയപ്പെട്ട MSFൻ്റെയും SFIയുടെയും അടക്കമുള്ള നേതാക്കളടക്കം പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന് ഭാഗ്യം നൽകിയ പടച്ചറബിനോടും അതേപോലെ തന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകരോടും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഈ ഒരു വിഷയത്തെപ്പറ്റി പുതിയ തലമുറ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്, പലരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ലഹരിയുടെ പേരിലോ അതല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന അക്രമങ്ങളുടെ പേരിലോ അതിക്രമങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ സൈബർ ക്രൈമുകളുടെ പേരിലോ ഒരു പുതിയ തലമുറയെ, വരുന്ന ഒരു ജനറേഷനെ മുഴുവൻ പഴിചാരാൻ വേണ്ടി സാധിക്കുമോ? അവരാണോ ശരിക്കുമുള്ള കുറ്റക്കാർ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും, നമ്മൾ തൊലിപ്പുറത്തുള്ള ചികിത്സക്കപ്പുറത്തേക്ക് യഥാർത്ഥ കാരണങ്ങൾ തേടി യഥാർത്ഥ രോഗത്തിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്ന് മനസ്സിലാക്കി അത് അറുത്തു മാറ്റേണ്ടതുമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും ഈ കുട്ടികളാണോ കുറ്റക്കാർ എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതല്ലെങ്കിൽ ഞാനിന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ വിഷയം ഞാനിന്ന് രാവിലെ നമ്മൾ ഈ പറയപ്പെടുന്ന ജെൻസി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടിയോട് ശരിക്കും നിങ്ങൾ കുഴപ്പക്കാരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഒറ്റ വാക്കിൽ പറഞ്ഞ മറുപടി, ജവാദിക്ക, എപ്പോഴും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിനെ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉത്തരം, അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് നൽകണം. അത് സർക്കാരിനായാലും നമ്മുടെ സമൂഹത്തിനായാലും എന്തിനായാലും ഒരു ഉത്തരം ആദ്യം ആളുകൾക്ക് നൽകണം. ആളുകൾ ട്രിഗർ ആകാതിരിക്കാൻ വേണ്ടി ഒരു ഉത്തരം നൽകണം. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഈ പുതിയ തലമുറയാണ് കാരണം എന്ന് ഞങ്ങളുടെ മേൽ ബ്ലെയിം ചെയ്യുകയാണ് ഈ സമൂഹം ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ അത്ര വലിയ കുഴപ്പക്കാരൊന്നും അല്ല എന്നാണ് ഇന്ന് ഞാൻ സംസാരിച്ച ഒരാൾ പറഞ്ഞത്. ശരിക്കും അത് സത്യമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ലഹരി ഉണ്ടായത്, പ്രിയപ്പെട്ട ഇർഷാദ് മൊഗ്രാൽ പറഞ്ഞു, ലഹരി ഇവിടെ കൊണ്ടുവന്നത് കാലമാണ്. ഞാൻ പറയുന്നു, ലഹരി ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ സിസ്റ്റമാണ്. ഞാനത് ഒരു ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഈ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സർക്കാരോ എന്ന് നമ്മൾ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല. കാലാകാലങ്ങളായിട്ട് ഇവിടെ വരുന്ന സർക്കാരുകൾ, അപ്പോൾ നിലവിലുണ്ടാകുന്ന സർക്കാരുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കൂടുതലുണ്ടാകുമായിരിക്കാം. എന്നാൽ പോലും അങ്ങനെ ഈ കാലാകാലങ്ങളായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്റുകൾ ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ച പഴുതുകളിലൂടെയാണ് ഈ ലഹരി
കേരളത്തിലേക്ക് ഇത്രമാത്രം സുലഭമായി കൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ പയ്യൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇന്നൊരു കടയിൽ സിഗരറ്റ് കിട്ടും, ഏതൊക്കെ കടയിൽ സിഗരറ്റ് കിട്ടുമെന്ന് ഇവിടുത്തെ സാധാരണ ഒരു 40 വയസ്സുള്ള 35 വയസ്സുള്ള സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഏതൊക്കെ കടയിൽ സിഗരറ്റ് ലഭിക്കുമെന്ന്. അതേപോലെ കഞ്ചാവ് ഉപയോഗിക്കാത്ത ഒരു കുട്ടിക്ക് പോലും ഇവിടെ ആരുടെയൊക്കെ കയ്യിൽ കഞ്ചാവ് കിട്ടുമെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മയക്കുമരുന്ന് അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ എത്രത്തോളം സുലഭമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കാതലമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെന്താണ് അതിനുള്ള മറുമരുന്നായി നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി വേട്ട നടന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരള സംസ്ഥാനം മാറി. ശരിക്കും എന്താണ് ഈ വേട്ടയിലൂടെ കിട്ടിയത്? 1/2 ഗ്രാം MDMA, 5 ഗ്രാം കഞ്ചാവ്, 15 ഗ്രാം കഞ്ചാവ്, 100 ഗ്രാം കഞ്ചാവ്. ഇതൊക്കെ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഒപ്പിട്ട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. പക്ഷേ FIR രജിസ്റ്റർ ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. FIR രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ കേരളത്തിൽ വലിയൊരു വേട്ട നടക്കുന്നുണ്ട്. കുറേ സെലിബ്രിറ്റികളുടെ അടുക്കിൽ നിന്നും വേടൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പുതിയ തലമുറയുടെ ഹരമായ വേടൻ്റെ കയ്യിൽ നിന്നും 5 ഗ്രാം കഞ്ചാവ് പിടിക്കുന്നു. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന അതേപോലെ യുവാക്കളുടെ ഹരമായ ഒരു സിനിമാ സംവിധായകൻ്റെ കയ്യിൽ നിന്നും ഇത്ര തന്നെ അളവിലുള്ള കഞ്ചാവ് പിടിക്കുന്നു. പക്ഷേ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? അതാണ് ഞാൻ പറഞ്ഞത്, തൊലിപ്പുറത്തുള്ള ചികിത്സക്കപ്പുറം എന്താണ് ഇതിൻ്റെ കാതലായ പ്രശ്നം, ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ നേരിടാനോ അതിനെ പരിഹരിക്കാനോ ഈ സിസ്റ്റം തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ കാതലായ പ്രശ്നം. പക്ഷേ നമ്മൾ അതിനെ ഒറ്റയടിക്ക് പുതിയ തലമുറ മൊത്തം കഞ്ചാവാണെന്ന് പറഞ്ഞ് ചാപ്പയടിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തി. 45 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളാരും കുഴപ്പക്കാരല്ല, കുഴപ്പക്കാർ മൊത്തം ഈ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ ആ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ പെണ്ണ് കിട്ടാത്ത 90s മാമന്മാർക്കും സന്തോഷമായി. ഞങ്ങളൊക്കെ വലിയ കേമന്മാരാണ്, ഈ പിള്ളേരാണ് വലിയ പ്രശ്നക്കാർ. സത്യത്തിൽ അതാണോ? എങ്ങനെയാണ് ഈ കുട്ടികളിലേക്ക് ഈ കഞ്ചാവ് എത്തുന്നത്? എങ്ങനെയാണ് ഈ കുട്ടികളിലേക്ക് MDMA എത്തുന്നത്? എങ്ങനെയാണ് ഈ കുട്ടികളിലേക്ക് നമ്മുടെ നാടുകളിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള കടകളിൽ പോയാൽ ചിലപ്പോൾ കിട്ടും ബാങ്ക് ബിസ്ക്കറ്റുകൾ. കഞ്ചാവ് കഴിക്കുന്ന രൂപത്തിലാക്കി ലഭിക്കുന്ന ബിസ്ക്കറ്റുകൾ ഇവിടെ സുലഭമായി ലഭിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും തട്ടുകട പെട്ടിക്കട റെയ്ഡ് ചെയ്ത് കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുപോകും, തീരുമാ പ്രശ്നം. അപ്പോൾ പറയും ഇതൊക്കെ കുട്ടികളൊക്കെ കഴിക്കാണ്. ആരാണ് ഈ കുട്ടികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്? ആ ചങ്ങലകളെ മുറിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ എല്ലാ തരത്തിലും പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമായി, പലർക്കും തടിതപ്പാനുള്ള ഉത്തരമായി പുതിയ തലമുറയെ കാണുന്നു എന്നാണ്. പുതിയ തലമുറ അവർ പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളെ നിങ്ങളൊരു പരിചയമാക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്കെതിരെ വരുന്ന ചോദ്യങ്ങളെ നേരിടാനുള്ളൊരു പരിചയമാക്കി ഞങ്ങളെ വെച്ചിരിക്കുകയാണ് എന്നാണ് ജെൻസി കിഡ്സ് പറയുന്നത്. ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജെൻസി കിഡ്സ് പറയുന്നത് അതാണ്. അതേപോലെ തന്നെ ഇവരെ പല രീതിയിലും സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. പണ്ട് എത്തുന്നതിനേക്കാളും വലിയ തോതിൽ ലഹരി പദാർത്ഥങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുമ്പോൾ അവരതിലേക്ക് ആസക്തരായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട പ്രണവ് പറഞ്ഞതുപോലെ പല സിനിമകളും നൽകുന്ന സന്ദേശങ്ങൾ. അതേപോലെ ഇന്ന് ഏറ്റവും വലിയ ഒരു കാര്യമായി മാറിയിരിക്കുന്നത് ഇൻ്റർവ്യൂകളാണ്. ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ള ഒരു പയ്യൻ, ഒരു മുടിയൊക്കെ നടുവിൽ മാത്രം മുടി വെച്ചിട്ടുള്ള ഒരു പയ്യൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവൻ ഇന്നലെ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഞാൻ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നാണ്. അത് ഒരു പെൺകുട്ടിയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അത് കേട്ടിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഭയങ്കര അതിനെ എൻ്റർടൈൻ ചെയ്യുകയാണ്. അതിൻ്റെ വ്യൂ നോക്കുമ്പോഴേക്കും, അതിൻ്റെ ഷെയർ നോക്കുമ്പോഴേക്കും നമ്മുടെയൊക്കെ വലിയ നേതാക്കന്മാരിടുന്ന പോസ്റ്റിന് കിട്ടുന്ന ലൈക്കിനേക്കാളും കൂടുതൽ ഷെയറാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഇടയിലുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഇത് പൊതുവെ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അങ്ങാടിയിൽ നിന്ന് പറയുന്ന പോലെയാണ്. നമ്മളൊരു അങ്ങാടിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും. ഒരു കുളിമുറിയിൽ ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ
അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു ഇൻ്റർവ്യൂവറും അതിനെ ആയിരക്കണക്കിന് ഷെയറുകളാക്കി മാറ്റുന്ന ആളുകളും. അപ്പോൾ എന്താണ് അത് നൽകുന്ന സന്ദേശം? ഇന്നത്തെ സിനിമകളെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടും പൂർണ്ണമായും 100% അതിനോട് യോജിക്കുമ്പോഴും സെൻസർ ചെയ്യപ്പെടേണ്ട ഒന്നായി ഇന്നത്തെ ഇൻ്റർവ്യൂകൾ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. അതിനെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തും വിളിച്ചു പറയാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക്, അതിനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്ന തരത്തിലേക്ക്, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ പുതിയ തലമുറ മാറുകയാണ്. അങ്ങനെ ഓരോ ഇൻ്റർവ്യൂകളും വലിയ വലിയ ദുരന്തങ്ങളായി നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ പുതിയ തലമുറയിലുള്ള ആളുകളിലേക്ക് തെറ്റായ പ്രവണതകൾ കടന്നു വരുന്നുണ്ടെങ്കിലും അവരാണ് യഥാർത്ഥ പ്രശ്നക്കാരെന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് കൈമാറാം. ഇവിടെ ഈ വിഷയങ്ങൾ മൊത്തം പറയുമ്പോഴും എന്തുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ പാമ്പ്ളാനി പിതാവിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ആ പ്രസ്താവനയിൽ പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനസംഖ്യാ നിരക്ക് കുറയുകയാണ്, അതുകൊണ്ട് 18 വയസ്സ് മുതൽ പ്രണയിച്ച് 25 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കണം. വളരെ നല്ലൊരു കാര്യമാണ്. പ്രണയിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ആളുകൾ നല്ല രീതിയിൽ പ്രണയിക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എവിടെയാണ് കേരളത്തിലുള്ള ജനസംഖ്യ, യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്? നമ്മളിത് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ചർച്ച എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും അതൊരു കമ്മ്യൂണിറ്റി ബേസ് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്നുമുള്ള യുവാക്കൾ യൂറോപ്പിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുതിയ തലമുറ +2 കഴിയുമ്പോൾ കേരളത്തിലുള്ള കോളേജുകളിലെ സീറ്റുകൾ മുഴുവനും ബാക്കി കിടക്കുകയാണ്. ആ സീറ്റുകൾ മുഴുവനും ബാക്കിയാക്കിക്കൊണ്ട് ഈ കുട്ടികൾ യൂറോപ്പിലേക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാസർഗോഡ് ജില്ലയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിലും കാസർഗോഡ് ജില്ലയിൽ തന്നെ വിവിധ കോളേജുകളിലായിട്ട് 100 കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും നിലവിൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം 36,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തിലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളിലുമായിട്ട്. എന്നാൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള മംഗലാപുരത്തെ ഒരു കോളേജിൽ പോയാൽ അവിടെ സീറ്റില്ല. പക്ഷെ അത് അതിനോട് യോജിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മംഗലാപുരത്ത് പോയാൽ അവിടെ സീറ്റില്ല, അവിടെ മുഴുവൻ കോളേജുകളിലും ഫില്ലാണ്. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ തന്നെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരു പൂർണ്ണമായിട്ടും റെഗുലേറ്റ് പോലും ചെയ്യപ്പെടാത്ത തരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മുഴുവനും ക്ലാസ്സുകൾ ഫില്ലാണ്. എല്ലാ സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും 100, 200, 300 സ്റ്റുഡൻസിനെ വെച്ച് നടത്തുന്നുണ്ട്. പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാലാനുസൃതമായിട്ടുള്ള മാറ്റം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന 2 or 3 കോളേജുകളിലാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നൽകുന്നുള്ളത്. ബാക്കിയുള്ള കോഴ്സുകൾ മൊത്തം നൽകുന്നുള്ളത് യാതൊരു തരത്തിലുമുള്ള അംഗീകാരമില്ലാത്ത പല സ്ഥാപനങ്ങളുമാണ്. അവരുടെ ഒക്കെ അഫിലിയേഷൻ നോക്കുമ്പോൾ ഹരിയാനയിലെയോ ഉത്തർപ്രദേശിലെയോ ഡൽഹിയിലെയോ ഒക്കെ കോഴ്സുകളാണ്, കോളേജുകളാണ്, യൂണിവേഴ്സിറ്റികളാണ്. എന്തിനേറെ പറയുന്നു, ഞാൻ ഇത് പറയുന്നതിൽ പ്രയാസമുണ്ടെങ്കിൽ പോലും നമ്മളൊരു പനി വന്നാൽ പോയി ഇത് ഡെങ്കിപ്പനിയാണോ ചിക്കൻ ഗുനിയയാണോ അല്ലെങ്കിൽ നിപ്പയാണോ എന്ന് കോവിഡാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ലാബിൽ നിൽക്കുന്ന കുട്ടികൾ ലാബ് കാണാത്ത കുട്ടികളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എത്ര പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ലാബ് സൗകര്യമുണ്ട് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറ്റും. അതേസമയത്ത് വലിയ ബിൽഡിങ്ങുകളിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പൂർണ്ണമായും സീറ്റ് ഒഴിവാണ്. വെള്ളരിക്കുണ്ടിലുള്ള സെൻറ്റ് ജൂഡ് കോളേജ് പൂട്ടി, പ്രണവിനറിയാം. സെൻറ്റ് മേരീസ് കോളേജിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. പല കോളേജുകൾ, നമ്മുടെ മുള്ളേരിയയിലുള്ള ബെജ കോളേജ് എപ്പോൾ വേണമെങ്കിലും പൂട്ടാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അതേസമയത്ത് ഒരു അംഗീകാരം പോലുമില്ലാത്ത കോളേജുകളിൽ
പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് കുട്ടികൾ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 2 വർഷം അല്ലെങ്കിൽ 1 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സ്, ലാബ് അസിസ്റ്റൻ്റ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 7,000 രൂപക്കാണെങ്കിലും 8,000 രൂപയ്ക്കാണെങ്കിലും ഏതെങ്കിലും ഒരു ലാബിൽ ജോലി കിട്ടും. 3 വർഷം ഡിഗ്രിയും 2 വർഷം PGയും അത് കഴിഞ്ഞ് B.Edും പഠിച്ചാലും 35 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ LP സ്കൂളിൽ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആരാണ് പ്രശ്നക്കാർ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്തുകൊണ്ടാണ് ആളുകൾ അതുപോലുള്ള കോഴ്സുകളിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം, ഇവിടുന്ന് ഒരു വർഷം ഒരൊറ്റ സ്ഥാപനം വഴി 25,000 വിദ്യാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം യൂറോപ്പിലേക്ക് പോയി. കേരളത്തിൽ നിന്ന് മാത്രം ഒരൊറ്റ സ്ഥാപനം വഴി. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പോകുന്ന കുട്ടികൾക്ക് അവിടെയുള്ള ജോലി എന്താണെന്നറിയാം? കെയർ ഹോമുകളിലാണ് ജോലി. കെയർ ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വൃദ്ധസദനങ്ങളിലെ പ്രായമായ എണീറ്റ് നടക്കാൻ വേണ്ടി പറ്റാത്ത ബെഡിൽ തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്ന അവസ്ഥയിലുള്ള ആളുകളെ നോൽക്കുന്ന ജോലിക്കാണ് ഇവിടെ നിന്ന് വീടും സ്ഥലവും പണയപ്പെടുത്തി വിദ്യാർത്ഥികൾ ലണ്ടനിലേക്ക് പോകുന്നത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്ന ആളുകളെ നമ്മൾക്ക് മാറ്റിവെക്കാം. അല്ലാതെയുള്ള ആളുകളാണെങ്കിൽ പോലും ഈ 10,000 വരുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ആ ജോലിയാണെങ്കിലും തരക്കേടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു? ഈ പുതിയ തലമുറ എന്തുകൊണ്ട് പോകുന്നു? അവിടെയാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റത്തിൻ്റെ പല തകരാറുകളെയും നമ്മൾ പുതിയ തലമുറയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അത് മാറ്റി നിർത്തി തൊലിപ്പുറത്തുള്ള ചികിത്സ അവസാനിപ്പിച്ച് യഥാർത്ഥ കാരണങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥി സംഘടനകളടക്കം തയ്യാറാകണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ കേരളത്തിൽ ഇന്ന് പല വിഷയങ്ങളിലും KSU പ്രതികരിക്കുന്നുണ്ട്, പല വിഷയങ്ങളിലും SFI പ്രതികരിക്കുന്നുണ്ട്, പല വിഷയങ്ങളിലും MSF പ്രതികരിക്കുന്നുണ്ട്. എന്ത് വിഷയം നടന്നാലും നിങ്ങൾ പ്രതികരിക്കും. പക്ഷേ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മളൊരു വിഷയം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ? ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. ഇനി ഭാവിയിൽ ചിലപ്പോൾ 1-2 വർഷം കൊണ്ട് കേൾക്കാൻ ഇടവരാൻ സാധ്യതയുള്ള, എന്നാൽ കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ വീടും പറമ്പും പണയപ്പെടുത്തി പഠിക്കാനെന്ന പേരിൽ യൂറോപ്പിലേക്ക് പോകുന്ന, UK പോകുന്ന, ലണ്ടനിലേക്ക് പോകുന്ന ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവിടെ പലർക്കും ഇന്ന് ജോലിയില്ല. അവിടെ പഠിക്കാൻ പോയി അവിടുന്ന് ബാക്കി ലോൺ അടക്കാമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾക്ക് ജോലിയില്ല. അവർ അവിടെ ജോലി ശരിയാകാതെ തിരിച്ചു വന്ന് ഇവിടെ സ്വന്തം വീടും പണയം വെച്ച വീടും പറമ്പും തിരിച്ചെടുക്കാനാകാതെ ഇവിടെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. നമ്മളപ്പോഴും പ്രതികരിക്കും. നമ്മൾ ചിലപ്പോൾ പ്രതിഷേധങ്ങൾ നടത്തി ഒരു 10 ലക്ഷം രൂപ കുട്ടിയുടെ കുടുംബത്തിന് വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അങ്ങനെ ഒരു നാളെ അങ്ങനെ ഒരു സംഭവം നടക്കാനിടയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിൻ്റെ സ്ഥിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മൾ ഓരോ വിദ്യാർത്ഥി സംഘടനകൾക്കും സാധിക്കണമെന്നാണ് പറഞ്ഞത്. ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, ഒരു കോഴ്സ് ബാംഗ്ലൂരിലുള്ള ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. CCNV എന്നാണ് കോഴ്സിൻ്റെ പേര്. ഒരു നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണെന്ന് പറഞ്ഞു. ആ കോഴ്സ് 6 മാസത്തെ കോഴ്സ്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ MNCകളിൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ്. അവർക്ക് ജോലി കിട്ടും. കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും ആ കോഴ്സില്ല. എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഏകദേശം 7-8 പേര് അവിടെ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലുള്ള ഗവൺമെൻറ് അധിഷ്ഠിതമായിട്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല? കാരണം അതിനൊക്കെ കുറച്ച് പണിയെടുക്കണം. അതിന് നമ്മുടെ സിസ്റ്റം തയ്യാറല്ല. നമുക്ക് പുറമേ ഒരു വലിയ ഊതി വീർപ്പിച്ച ബലൂൺ ഇവിടെ കിടക്കുന്നുണ്ട്, കേരളം വലിയ സംഭവമാണ് എന്ന്. അതിനെ ചോദ്യം ചെയ്താൽ നമ്മൾ ദേശദ്രോഹികളാകുന്ന പോലെ നമ്മൾ സംസ്ഥാന ദ്രോഹികളാകാം. അതുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബുള്ളി ചെയ്യപ്പെടാം. അതൊക്കെ പേടിച്ചുകൊണ്ട് നമ്മൾ തൊലിപ്പുറത്തുള്ള ചികിത്സയിൽ സംതൃപ്തരായി നമ്മൾ മിണ്ടാതിരിക്കുന്നു. പക്ഷേ നമ്മളെങ്കിലും സ്വയം വിമർശനം നടത്തി യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസരം അവസാനിപ്പിക്കാം. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചർച്ചയെ ഒന്നും കൂടി നമ്മൾ ഒരു അന്വേഷണാത്മകമായ, അല്ലെങ്കിൽ ഒരു നേരത്തെ ജവാദ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പഠനം നടത്തേണ്ട ചില വിഷയങ്ങളിലേക്കും കൂടി കൺവേർട്ട് ചെയ്യണം എന്ന് തന്നെ തോന്നുകയാണ്.
വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളായി കണ്ടിരുന്നത് കലാലയത്തിലെ കുട്ടികളായിരുന്നു. അതായത് കോളേജുകളിലെ കുട്ടികളായിരുന്നു വിദ്യാർത്ഥികളായിട്ട് നമ്മൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പുതിയ കാലത്ത് നമ്മളൊന്നും കൂടി 10ാം ക്ലാസ്സിലെയും ഹയർ സെക്കൻഡറിയിലെയും കുട്ടികളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ SSF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളത് 16 വയസ്സിൽ വോട്ടവകാശം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ഭരണകൂടം മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് SSF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആ മുറവിളികൾ നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ നിലവിലെ അവസ്ഥ, അതിൻ്റെ റിസൾട്ടുകൾ എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ എന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഹയർ സെക്കൻഡറി റിസൾട്ട് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പല സ്കൂളുകളും 50% താഴെ വിജയശതമാനമായിട്ട് മാറുകയാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നേടി 80%, 75%, 90% മാർക്ക് നേടി ഹയർ സെക്കൻഡറികളിൽ പ്രവേശനം ലഭിച്ച കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോൾ ഒരു വിഷയത്തിൽ പോലും പാസ്സാകാതെ അവർ വർഷങ്ങളോളം പരീക്ഷ എഴുതിയാലും പിന്നീടും പാസ്സാകാത്ത രീതിയിൽ ഇങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഹയർ സെക്കൻഡറികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്? ഹയർ സെക്കൻഡറികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളെ നമ്മൾ എങ്ങനെ അഭിസംബോധനം ചെയ്യും, എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതും കൂടി ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വരണം തോന്നുന്നുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് ഇർഷാദ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ പഞ്ചായത്തുകളിലും 1 or 2 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. നല്ല കെട്ടിടങ്ങളുണ്ട്. പുതിയ മികവിൻ്റെ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ടുള്ള കെട്ടിടങ്ങൾ എല്ലാ സ്കൂളുകളിലും ലഭിച്ചിട്ടുണ്ട്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതോടൊപ്പം തന്നെ അൺഎയ്ഡഡ് ആയിട്ടുള്ള കുറേ സ്കൂളുകളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെന്ന് നമ്മൾ പറയുന്ന ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ. പക്ഷേ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, ഗവൺമെൻറ് സ്കൂളുകൾ, അവിടുത്തെ ടീച്ചേഴ്സ് വളരെ ക്വാളിറ്റിയുള്ള BEd ഒക്കെ കഴിഞ്ഞ നമ്മുടെ ടീച്ചേഴ്സ്. അവിടെ പോകുന്ന കുട്ടികളെന്ന് പറയുന്നത് സാധാരണക്കാരായ പാരൻസിൻ്റെ മക്കൾ. നമ്മൾ ചില എയ്ഡഡ് സ്കൂളുകളിൽ വളരെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂളുകളുണ്ട്. ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ പ്ലസ് വണ്ണിനൊക്കെ സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ MLAയുടെയൊക്കെ റെക്കമെൻഡേഷനിൽ സ്പെഷ്യൽ ഓർഡർ ആയിക്കൊണ്ട് ചില സീറ്റുകളൊക്കെ ലഭിക്കാറുണ്ട്. അങ്ങനെ നമ്മളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പല കുട്ടികളും നമ്മളെ സമീപിക്കും. അങ്ങനെ ചില കുട്ടികളെ MLAയുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആ കുട്ടിക്ക് അവൻ്റെ പേര് നന്നായിട്ട് അവൻ ഇംഗ്ലീഷിൽ ഏകദേശം ഒപ്പിച്ചെഴുതി. പക്ഷെ അവൻ്റെ ഉപ്പയുടെ പേര് ഇംഗ്ലീഷിൽ എഴുതാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. SSLC പാസ്സായ 2023 SSLC പാസ്സായ കുട്ടിയാണ്. ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ വളരെ നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പക്ഷേ ക്വാളിറ്റി വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു വസ്തുത ഇവിടെയുണ്ട്. നമ്മൾ ഏത് കാരണത്താലും എന്തൊരു വിഷയത്താലും അതിനെ മൂടി വെച്ചാൽ പക്ഷെ അത് മാഞ്ഞു പോകുന്നതല്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും നമ്മുടെ ടീച്ചേഴ്സ്, നല്ല ടീച്ചേഴ്സ്, വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ടീച്ചേഴ്സുണ്ട്. പക്ഷേ ചില അധ്യാപകർ, ഭൂരിഭാഗം അധ്യാപകർ എന്ന് തന്നെ പറയുന്നത് ഉചിതം, അവർ
അവർക്ക് പെറ്റായിട്ടുള്ള ഫ്രണ്ട് ബെഞ്ചിലോ സൈഡിലോ ഇരിക്കുന്ന കുട്ടികൾ, അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം നന്നായിട്ട് അവരെ കെയർ ചെയ്ത് പഠിപ്പിച്ചു കൊണ്ടുപോയി അവർക്ക് A+ ലഭിക്കുന്ന സംവിധാനമാണ് പല സ്കൂളുകളിലും ഇന്നുള്ളത്. പഠിക്കാൻ കുറച്ച് ബാക്കായ, അക്ഷരങ്ങൾ അറിയാത്ത അധ്യാപകർക്ക് അതിന് പല കാരണങ്ങളുണ്ടാവാം, പല സംവിധാനത്തെക്കുറിച്ച് പറയാനുണ്ടാവാം. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന 40 കുട്ടികളിൽ ഒരു കുട്ടിക്ക് അക്ഷരം അറിയുന്നില്ലെങ്കിൽ ആ അധ്യാപകൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് എന്തുകൊണ്ടാണ് ആ അധ്യാപകർ മനസ്സിലാക്കാത്തത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. പല അവസരങ്ങളിലും അധ്യാപകരോടും PT-യോടൊക്കെ നിരന്തരമായിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. എന്തു തന്നെയായാലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ പാസ്സായ കുട്ടികളാണ് +2-വിന് സീറ്റ് നേടുന്നതും അവർക്ക് +2-വിന് പെട്ടെന്ന് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫായ പാഠഭാഗങ്ങൾ കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഫെയിലായി പോവുകയാണ്, അവർ ബാക്ക് വരികയാണ്. നേരത്തെ ഇർഷാദ് ചോദിച്ചത് വേറെയും കാരണങ്ങൾ ഉണ്ടാകാം. +2-വിന് നമ്മുടെ കുട്ടികൾ കൂടുതൽ എൻ്റർടൈൻമെൻ്റായി പോകുന്നു, ഒരു കടിഞ്ഞാണില്ലാതെ പോകുന്നു, വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് SSLC-യിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി, എഡ്യൂക്കേഷൻ ക്വാളിറ്റി വളരെ ലോവറായിട്ട്, വളരെ താഴ്ന്നിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതേ സമയത്ത് ചെറിയ ശമ്പളത്തിൽ 10,000 രൂപയ്ക്ക് താഴെ ശമ്പളത്തിൽ അധ്യാപനം നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ ആ കുട്ടികൾ വളരെ നന്നായിട്ട് അവർക്ക് പലതും കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല, വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ അക്കാഡമിക്സും എല്ലാ സബ്ജക്റ്റുകളിലും അവർ മുമ്പോട്ട് നിൽക്കുകയും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പിറകിൽ നിൽക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഇതിൽ വളരെ ഗൗരവമായിട്ട് വിദ്യാർത്ഥി സംഘടനകളും സർക്കാരും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തേണ്ട വിഷയമാണ്. ഞാൻ 100% എല്ലാ പൊതുവിദ്യാലയങ്ങളെയും അടിച്ചാക്ഷേപിക്കുകയല്ല. നന്നായിട്ട് പഠനത്തെ കൊണ്ടുപോകുന്ന, ക്വാളിറ്റി വിദ്യാഭ്യാസം നൽകുന്ന, കുട്ടികളെ മോണിറ്ററിങ് ചെയ്ത് കൊണ്ടുപോകുന്ന, നിരന്തരമായിട്ട് പാരൻസുമായി ബന്ധം പുലർത്തി അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന പൊതുവിദ്യാലയങ്ങളുണ്ട്. അവരെ നമ്മൾക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഭൂരിഭാഗം പൊതുവിദ്യാലയങ്ങളിലും വലിയ ശമ്പളം വാങ്ങി അധ്യാപനം നടത്തുന്ന അധ്യാപകർ ഇത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നില്ല. കുട്ടികളുടെ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിന് അവർ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മംഗലാപുരത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയെയും, നമ്മുടെ തൊട്ട് അയൽപ്പക്കമാണല്ലോ കർണാടക, അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയെയും നമ്മളുടെ കേരളത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെയും അവരുടെ ലാംഗ്വേജ് സ്കില്ല് നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്ക് ഇവിടെ ഡിഗ്രിയും PG-യും കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ നന്നായി ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ, കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഏതൊരു മൂടി വെച്ചിട്ടും അതിനെ മാറ്റി നിർത്തിയാലും, അതിനെ നമ്മൾ മറക്കാൻ വേണ്ടി ശ്രമിച്ചാലും, പക്ഷെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾക്കൊക്കെ ഇവിടെ ജോലി നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മളൊരു ജോലി തേടി വിദേശത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് പോകുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ച, മറ്റ് രാജ്യങ്ങളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികളുമായിട്ടാണ്, ഉദ്യോഗാർത്ഥികളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ബാക്കായി പോകുന്നു എന്നുള്ളതാണ്. കർണാടകയിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് 4, 5, 6 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ വളരെ വലിയ റോൾ വഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി SFI ആയാലും MSF ആയാലും KSU ആയാലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളായാലും അതിൽ നമുക്ക് വളരെയധികം റോള് ഇതിലുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഒരു അളവുകോലാവേണ്ടത് തന്നെയാണ്. നമ്മൾ എങ്ങനെ അവരെയൊക്കെ പാസ്സാക്കി ജയിപ്പിച്ച് 10ാം ക്ലാസ്സിൽ എത്തിച്ചാലും, SSLC-യിൽ അവരെ നമ്മൾ എങ്ങനെ പാസ്സാക്കി എടുത്താലും, +2-വിൽ 50% പാസ്സാക്കിയാലും, പക്ഷെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് വലിയ വിഷയമാണ്. ഈ വിഷയത്തിൽ എൻ്റെ പാനലിസ്റ്റിൻ്റെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദ്യം KSU-വിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു കാര്യത്തെ
രാഷ്ട്രീയമായി കാണുകയല്ല, പക്ഷേ ചില കാര്യങ്ങൾ വസ്തുതാപരമായിട്ടല്ല അവതരിപ്പിച്ചത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യം സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത് കേരളം ഒരു സംസ്ഥാനവും യൂറോപ്പ് ഒരു മേഖലയുമാണ്. കേരളം എന്ന സംസ്ഥാനത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര പുരോഗതിയില്ല എന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അത് തന്നെയാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യ രാജ്യദ്രോഹി എന്ന് കാണുന്ന പോലെ കേരളം സംസ്ഥാനദ്രോഹി എന്ന് കാണും. അത് ഇതുവരെ ഈ കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടമോ മറ്റുള്ളവരോ ഒരു പ്രതിഷേധത്തെയും അടിച്ചമർത്താൻ വേണ്ടി ഇന്നേ വരെ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രയാസത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. SFIയുടെ പ്രതിനിധിയായി ഇരിക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും, ജില്ലയിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായൊരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഇടയിലേക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലയിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് നിലവിൽ വന്നിട്ട് ലോ കോളേജ് ഉൾപ്പെടെ ഞങ്ങളുടെ ഉൾപ്പെടെ ശ്രമഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിരവധിയായിട്ടുള്ള ക്യാമ്പസുകൾ വരുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുതയാണ്. എന്നാൽ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാലാനുസൃതമായ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്താൻ ഈ കാലത്ത് ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന തരത്തിലേക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഈ കാലത്ത് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അൺഎയ്ഡഡ് കോളേജുകളിലാണ് ഇത്തവണ സീറ്റ് ഒഴിവ്. പക്ഷേ എയ്ഡഡ് കോളേജുകളിലേക്ക്, ഗവൺമെൻറ് കോളേജുകളിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോയാൽ മനസ്സിലാവും, ആ ഗവൺമെൻറ് കോളേജുകളിലേക്ക് ഇപ്പോഴും സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ കടന്നു വരികയാണ്. അൺഎയ്ഡഡ് മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകരാറിലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് മേഖലയിലേക്കും എയ്ഡഡ് മേഖലയിലേക്കും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ഇന്നും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പൊതുവിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ MSFൻ്റെ പ്രതിനിധി ഉൾപ്പെടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് ഉണ്ടായത്? ഒരുപക്ഷെ മുൻകാലത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ നിങ്ങളെല്ലാം സ്കൂളുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഓടിട്ട സ്കൂളുകൾ കണ്ടിടങ്ങളിൽ ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഭരണകൂടത്തിൻ്റെ കഴിവ് തന്നെയാണ്. ആ ഭരണകൂടത്തോട് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ അത്രയേറെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി മേഖലയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഹയർ സെക്കൻഡറിക്ക് അപ്പുറം ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുതിയ സിലബസുകൾ ഇന്ന് നമ്മുടെ 8ലും 9ലും 10ലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. നമ്മുടെ സിലബസുകൾ മാറ്റാൻ വേണ്ടി നിലവിൽ ഈ വർഷം പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ പാഠ്യപദ്ധതികളെല്ലാം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പുതിയ തലത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ മേഖലയാണ് ഇന്നുണ്ടായത്. അന്ന് അക്കാദമിക് നിലവാരം നോക്കുക. ഈ കേരളത്തിൻ്റെ SSLC ഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ A+ നേടുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും A+ നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു സ്കൂളിൽ തന്നെ 50% എത്തുന്ന സ്ഥിതിയിലേക്ക് വിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഈ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്താ? ഹയർ സെക്കൻഡറി ഒരു ഓപ്ഷനാണ്. 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴിയാണ്. ഏത് വേണമെങ്കിൽ എടുക്കാം, സയൻസ് വേണമെങ്കിൽ എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം. അത് ആ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ആ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ തരത്തിൽ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യും. എന്നാൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുന്ന എണ്ണം മാത്രം നോക്കുമ്പോൾ വിജയിക്കുന്നവരുടെ A+കളുടെ പേഴ്സൻറ്റേജുകളുടെ എണ്ണം നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്ന് എത്രയേറെ വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളും A+ നേടുന്നു. കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2-3 A+ നേടിയ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ വരുന്ന ചെറുവത്തൂർ ഉൾപ്പെടെ, ഞാൻ പഠിച്ച സ്കൂളുകൾ ഉൾപ്പെടെ 3-4 A+ മാത്രമാണ്
ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് SSLC ഹയർ സെക്കൻഡറി റിസൾട്ട് വരുമ്പോൾ സയൻസിന് തന്നെ 10ഉം 12ഉം വിഷയങ്ങൾ മുഴുവൻ A+ നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. അങ്ങനെ A+ നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ വിദ്യാഭ്യാസ മേഖല തീർത്തും പിറകോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പരിഗണിക്കേണ്ടതല്ല, അധ്യാപന മേഖലയിൽ വരുന്ന പോരായ്മകളുണ്ട്. മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി നിറവേറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ അധ്യാപന മേഖലയിൽ സമയത്തിൻ്റെ പ്രയാസം, ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം കുട്ടികൾ വരുന്ന ജീവിത സാഹചര്യം ഉൾപ്പെടെ അവരെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം എന്ന തരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ജവാദിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ചർച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു SF-ൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മലയാളത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ വാക്കുകൾക്ക് വളരെ മനോഹരമാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നാണ് മലയാളത്തിൽ പറയുക. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയും പറയാം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മലയാളത്തിൽ ഏറ്റവും മനോഹരമായി നമ്മൾ പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുകയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും അംഗീകാരങ്ങളെയും സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു പദം മലയാളത്തിൽ വന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ആ അർത്ഥത്തിൽ ഈ ഒരു ചർച്ച നമുക്ക് ആ ഒരു രീതിയിലും കൂടി പോകണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രീതിയിലേക്ക് ചർച്ച പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ജവാദ് പെട്ടെന്ന് സംസാരിക്കുമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഇർഷാദ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി മറുപടി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം. അതിൽ ഒരു കാര്യം, നമ്മൾ 16 വയസ്സിൽ വോട്ട് അവകാശം നൽകണം എന്നുള്ളൊരു ആവശ്യം SSF ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശുഭസൂചനയായി കൊണ്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വാക്കാൽ ഒരു പരാമർശം നടത്തി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കൺസെൻറ്റിൻ്റെ കാര്യത്തിൽ 18 വയസ്സിൽ നിന്നും 16 വയസ്സാക്കി കുറക്കുന്നതിനെ സർക്കാർ പരിഗണിക്കണം എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു പരാമർശം സുപ്രീം കോടതി നടത്തിയിരുന്നു. അത് എങ്ങാനും നിലവിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന വോട്ടവകാശം, കാരണം ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് പങ്കാളികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചിട്ട് വിശദമായി തന്നെ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് തന്നെ പ്രിയപ്പെട്ടവർ പറഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്, എന്തുകൊണ്ടാണ് SSLC-യിൽ പണ്ടൊരു സമയത്ത് ഒരു തമാശ പോലെ പറയാറുണ്ടായിരുന്നു, പരീക്ഷ നടക്കുന്ന സമയത്ത് മഴ പെയ്തപ്പോൾ സ്കൂൾ വരമ്പത്ത് കയറി നിന്ന ദാമോദരേട്ടനും SSLC പാസ്സായി എന്ന് പണ്ട് ആരോ മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ ആളുകൾ ഇന്ന് 99.98% എത്തിയിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒരുപാട് പുരോഗതി നേടി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അത് +2-ലേക്ക് എത്തുമ്പോൾ ആ പുരോഗതി എങ്ങനെയാണ് അത് മാറിപ്പോകുന്നത്? കാരണം അത് സയൻസ് എടുക്കുന്ന കുട്ടികൾ സയൻസ് എടുക്കണമെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കൂളിലാണെങ്കിൽ പോലും ഒരു 75-ൻ്റെ മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കേ സയൻസിൽ കിട്ടുന്നുള്ളൂ. ആ കുട്ടികൾ പോലും സയൻസിൽ പാസ്സാവുന്നില്ലെങ്കിൽ അത് ഓപ്ഷൻസിൻ്റെ പ്രശ്നമാണോ അതല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് വിദ്യാഭ്യാസ വിചക്ഷകർ ഇരുന്ന് ചിന്തിക്കട്ടെ. നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ടിരുന്ന് ചിന്തിക്കാം എന്ന് ഈ സമയത്ത് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചാല B.Ed ക്യാമ്പസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഒരു പ്രതിഷേധം KSUവിൻ്റെ MSF-ൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം കാസർഗോഡ് ജില്ലയിൽ ആകെ
55 സീറ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന് 5 സീറ്റ് EWSൻ്റെ മേഖലയിൽ നിന്ന് കുറച്ചു. അതേപോലെ തന്നെ ഓപ്ഷൻസും 2 കുറച്ചു. പ്രിയപ്പെട്ട പ്രണവ് അത് അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാസർഗോഡ് ജില്ല പലതരത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അല്ലാതെയും പല അവഗണനകളും നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിനെ കുറേയും കൂടി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് പകരം അവിടെയും നമുക്ക് സ്വതവേ ദുർബല അതിന്മേൽ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുകളിലേക്ക് ഇതേപോലെ നമ്മളുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നീലേശ്വരം ക്യാമ്പസിൽ നിന്നും മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു സമരം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോൾ നമ്മളത് ആവശ്യപ്പെട്ടത് സിൻഡിക്കേറ്റ് യോഗത്തിൽ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ അന്ന് നിർവഹിച്ചത്. അതേപോലെയുള്ള വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും അതിലൊക്കെ ഞാൻ പ്രിയപ്പെട്ട പ്രണവടെ ഇരിക്കുമ്പോൾ പറയുകയാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഘടനയാണ് SFI. കാരണം ഭരണത്തിലിരിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ സെനറ്റിലായാലും സിൻഡിക്കേറ്റിലായാലൊക്കെ വളരെ കൃത്യമായ പ്രാതിനിധ്യം KSUവിനും MSFനും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടും പലപ്പോഴും കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സ്വയം വിമർശനം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും വിമർശിക്കേണ്ടതാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ തൊലിപ്പുറത്തുള്ള, ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, തൊലിപ്പുറത്തുള്ള ചികിത്സകൾക്കപ്പുറത്തേക്ക് യഥാർത്ഥ കാരണങ്ങൾ തേടി നമ്മൾ വെറും ഒരു കുമിളകളായി മാറാതെ ഒരു വലിയ ഉറച്ച പാറയായി നമ്മൾ മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരു വിഷയം ഞങ്ങൾ 3 പാനലിസ്റ്റുകൾക്കുമായിട്ട് ഒരു നിർദ്ദേശം നമ്മുടെ കുട്ടികളോടായിട്ട് പറയാനുള്ളത്, നമ്മളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പലരും പല രീതിയിലാണ് പൊളിറ്റിക്സിനെ നിർവചിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ ജനാധിപത്യ രീതിയിലുള്ള പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് കൊണ്ട് കുട്ടികളോടായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പലരും ഇന്ന് അരാഷ്ട്രീയവാദം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് നമ്മളൊരു പൗരനായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾക്കൊരിക്കലും ഒരു രാഷ്ട്രീയവാദിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തോട് വിമുഖത കാട്ടിയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മളിൽ നിന്ന് തന്നെ ഉഷാറുള്ളവർ, കഴിവുള്ളവർ വളർന്നു വന്നാണ് നമ്മളെ ഭരിക്കുന്നത്. ഇവിടെ ഒരു രാജഭരണമല്ല, മറ്റേതെങ്കിലും രീതിയ പട്ടാള ഭരണവുമല്ല. നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ ആകാവുന്ന സാഹചര്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ രാഷ്ട്രീയത്തിൻ്റെ, നേരത്തെ പ്രണവ് പറഞ്ഞതുപോലെ, അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാധനമാണ് എന്ന് ഒരു ഫീഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ അത് ചെറിയൊരു ശതമാനം മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലുള്ള നല്ലവരായ കുട്ടികൾ ഇതിൽ നിന്ന് മാറി നിന്നാൽ അതിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് ചീത്തയായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ച ആൾക്കാരാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾക്ക് തൊട്ടുകൂടാത്ത ഒരു സാധനമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളുടെ പുസ്തകങ്ങളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി ഉണ്ടായി വന്നതല്ല. അതുണ്ടാക്കുന്നത് അക്കാഡമിക്സ്റ്റുകളാണ്, അധ്യാപകരാണ്. പക്ഷേ ആ അധ്യാപകർ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതേ രാഷ്ട്രീയക്കാരാണ്. നമ്മളുടെ വസ്ത്രങ്ങൾ അതിലും അവർ കൈകടത്തുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം അതിൽ പോലും ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലും രാഷ്ട്രീയമുണ്ട്. അതിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിപ്രായവും അവരുടെ താല്പര്യവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കിവിടെ നമ്മളായിട്ട് നമ്മുടെ സ്വത്വത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കും കൂടി പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്, രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവണമെന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ നയത്തോട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ മുതിർന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം പറയുകയാണ്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗവാക്ക് എല്ലാവരും ആകണം. ഇത് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് നമ്മുടെ സംഘടനകളിലേക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും കുട്ടികളെ പറഞ്ഞുകൊണ്ട് വരാൻ നമ്മൾക്ക് കഴിയണം എന്നുള്ളടുത്താണ്
നമ്മുടെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഈ ഒരു ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുകയാണ്. കാരണം നമ്മുടെ സമയപരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും ചർച്ചയിൽ ആകത്തുക എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ സ്കൂളുകളിലെ ഒരു പ്രത്യേകതരം പേരുകളിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ, അതിനൊരു പ്രത്യേകം പതാക, അതിന് പ്രത്യേകം ജേഴ്സികളൊക്കെ നിർമ്മിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ടുകൾ നടത്തി ഒരു ആൾക്കൂട്ടം മാത്രമായിട്ട് മാറുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ചിന്തിക്കാനും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൽ ഇടപെടാനും പറ്റുന്ന രീതിയിലുള്ള വിദ്യാർത്ഥി സമൂഹമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. SSF സാഹിത്യോത്സവം നടത്തി വരികയാണ്. സമാനമായി നിരവധി പദ്ധതികൾ, സംഭവവികാസങ്ങളൊക്കെ SSF നടത്തി വരുന്നുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് വരികയാണ് SSF. നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നേരത്തെ പ്രണവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തം വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചൊക്കെയും നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ആ അർത്ഥത്തിൽ രാജ്യത്തെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി SSF വലിയൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വൺ ഡ്രോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ SSF നടത്തി വരികയാണ്. മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളുടെയും പിന്തുണ ഞങ്ങൾ ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു അർത്ഥത്തിൽ വൺ ഡ്രോപ്പുമായി ബന്ധപ്പെട്ട ആ പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടി കൂടി നമ്മൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടി ഈ ഒരു വേദിയിൽ നടത്തുക എന്നും കൂടി ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.